അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ. താടി വളർത്തൽ നല്ലതാ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഈ ചെറിയ ചെറിയ പാപം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ചെറിയ ചെറിയ പാപം എന്ന് പറഞ്ഞാൽ ഈ താടി വളർത്തൽ സുന്നത്തല്ലേ? താടി വളർത്തൽ സുന്നത്തല്ലേ? താടി വടിക്കലോ പാവമല്ലല്ലോ. പാവമാണോ? താടി വടിക്കുന്നത് പാവമാണോ? പറ, പാവമാണോ? വെളുത്ത മുടി ഒന്ന് കളർ മാറ്റുന്നത് പാവമാണോപ്പാ? പറയുടെ ചങ്ങാതി, പാവമാണോ? ഇല്ല, ഒന്നും പാവമല്ലപ്പാ. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവം, നിസ്സാരം. അതൊക്കെ ചെറിയ പാപങ്ങൾ. അത് ചെയ്തതിൻ്റെ പേര് നരകത്തിൽ പോകില്ല എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് തല മറയ്ക്കണോ? നിസ്കരിക്കുന്ന സമയത്ത് തല മറയ്ക്കണോ? ആരാ മറയ്ക്കണേ? അത് പാവമാണോ? എന്ത്, തല മറച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂലേ? നമ്മൾ ചെറിയ ചെറിയ ചില പാപങ്ങൾ ചെയ്തിട്ട് നമുക്ക് നിസ്സാരം. ടി വി കാണുന്നത് പാവമാണോ? ആണോ? ചോദിക്കോ, ഹറാമാണോ ഉസ്താദേ? ഏത് കിതാബിലുണ്ടെന്ന് അല്ലേ? ഇതൊക്കെ പാവമല്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. സഹോദര, എത്ര പാപം ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളും ഓരോ ദിവസവും എത്രയോ ലക്ഷക്കണക്കിന് പാപങ്ങൾ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അന്യ പെണ്ണിനോട് സലാം പറയാൻ പാടുണ്ടോ? പറ മനുഷ്യ, പാടുണ്ടോ? നീ എത്ര പേരോട് പറയുന്നു? ഈ ഇരിക്കണ താത്താമാര് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ ഇത്തിരി മാറ്റമുണ്ട്, അവർക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ ഇത്തിരി കൂടെ കൂടും. മസ്തല ഉസ്താനോട് ചോദിച്ചാൽ മതി. ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയുന്നത് എന്താണെന്ന് ഉസ്താനോട് ചോദിച്ചു നോക്ക്. പാപമാ, പറയാൻ പാടില്ലെന്നാ പറഞ്ഞത്, നിരോധിച്ച കാര്യമാണ്. ഒരു പെണ്ണിനോട് ഒരു അന്യ പുരുഷൻ സലാം പറയാൻ പാടില്ല. ഇതൊക്കെ പാപം. പക്ഷെ ഇതൊക്കെ നിസ്സാരം. ഇങ്ങനെ എത്രയോ പാപങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയ പാപങ്ങൾ കുറവാ, പക്ഷെ ചെറുത് ഉഹദ് മലയോളം വലിപ്പത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു, ചെറിയ പാപങ്ങൾ ഒരുപാടാകുമ്പോൾ അത് വലിയ പാപങ്ങളായിട്ട് പരിഗണിക്കപ്പെടും. ചെറിയ ചെറിയ പാപങ്ങൾ ഒരുപാട് കൂടുമ്പോൾ അത് വലിയ പാപങ്ങളായിട്ട് പരിഗണിക്കപ്പെടും.